സന്നദ്ധ സംഘടനകൾ ഇടപെട്ട 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകി സൗദി ജയിലിൽ നിന്ന് മോചിതനായ മലയാളി ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തിയ കേസിലാണ് കണ്ണൂർ കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശി ടി ഫസലുദ്ദീനെ ഇരിട്ടി പോലീസ് പിടികൂടിയത്. സൗദിയിൽ ജോലി ചെയ്യവേ മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുനെ, എന്താണ് ഈ കേൾക്കുന്നത്? എന്തായാലും സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ട് 80 ലക്ഷം രൂപയാണ് മോചനദ്രവ്യമായി നൽകി സൗദി ജയിലിൽ നിന്ന് ഈ പ്രതിയെ പുറത്തെത്തിച്ചത്. ഈ നാട്ടിലെത്തി അദ്ദേഹം ചെയ്യുന്നത് ഈ ലഹരിക്കടത്ത് കേസ് അല്ലെങ്കിൽ ലഹരി കടത്തുകയാണ്. എന്താണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? എവിടെ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്? മറ്റ് വിശദാംശങ്ങൾ മിഥുൻ. അശ്വതി, സൗദിയിലെ കേസിൽ മോചനദ്രവ്യം നൽകി പുറത്തിറങ്ങിയ ആളെയാണ് ഇരിട്ടിയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. ഇരിട്ടി പോലീസ് പിടികൂടിയത് കരിക്കോട്ടക്കരി വിളയാങ്കോട് സ്വദേശിയായ ടി ഫസലുദ്ദീനെയാണ്. ഇയാൾ ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി പ്രധാനിയാണ്. ബംഗളൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സൗദി മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഏതാണ്ട് 10 വർഷത്തോളം ഇയാൾ ജയിലിലായിരുന്നു. തുടർന്ന് സന്നദ്ധ സംഘടനകൾ പൈസ പിരിച്ച് ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ മോചനദ്രവ്യം നൽകിയാണ് ഇയാളെ സൗദി ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ ലഹരിക്കടത്ത് പ്രവൃത്തിയിൽ വ്യാപൃതനാവുകയായിരുന്നു. ആ സമയത്ത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഏതാണ്ട് 50 കിലോ കഞ്ചാവ് വിറ്റ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് പിടികൂടുകയും ഏതാണ്ട് 3.5 വർഷത്തിലേറെ അവിടെ ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഈ സമയത്ത് വലിയ ലഹരിക്കടത്ത് സംഘങ്ങളുമായി ഇയാൾ ബന്ധമുണ്ടാക്കുകയും ആ ബന്ധം ഉപയോഗിച്ച് വലിയ രീതിയിൽ MDMA അടക്കം കടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ വെച്ച് വാഹനത്തിൽ ബസ്സിൽ ഇത്തരത്തിൽ ലഹരിമരുന്ന് കടത്തുകയായിരുന്ന ഒരാളെ പോലീസ് പിടിച്ചു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ ഫസലുദ്ദീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരിട്ടി പോലീസ് ഇയാളെ പിടികൂടിയത്. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ലക്ഷങ്ങൾ മോചനദ്രവ്യം നൽകിക്കൊണ്ട് ഗൾഫിലെ ജയിലിൽ അല്ലെങ്കിൽ വിദേശ ജയിലിൽ കഴിയുന്ന ആളെ മോചിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവരിക, അയാളാകട്ടെ ഒരു സമൂഹത്തിന് മൊത്തം വിപത്താകുന്ന രീതിയിൽ പ്രവർത്തിക്കുക. കാരണം ഒരു സമൂഹത്തെ മൊത്തം കാർന്നതിനെന്നാണ് ലഹരി എന്ന് നമുക്കറിയാം. ആ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയായി ഇയാൾ മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും പൈസ വിരിച്ച് ഇയാളെ നാട്ടിലെത്തിച്ച ചോദ്യം മാത്രം ബാക്കിയാവുന്നു. കാരണം ഒരുപാട് യുവതലമുറയെ തന്നെ കാർന്നു തിന്നുന്നൊരു സംഭവമാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരി പ്രധാനിയായിട്ടാണ് ഈ ഫസലുദ്ദീൻ മാറിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ പൈസ വെച്ച് നാട്ടിലെത്തിയ ആളുകളെ വിഡ്ഢികളാക്കുന്ന പരിപാടി തന്നെയാണ് ഇയാൾ ചെയ്തെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അശ്വതി.